പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ബ്ലോക്ക് 1-ലെ 3-ാമത്തെ യൂണിറ്റിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. റൗലറ്റ് ആക്ട് ആൻഡ് ജാലിയൻവാല ബാഗ് മസാക്കർ. റൗലറ്റ് ആക്റ്റും ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയും. വിചാരണയോ മുന്നറിയിപ്പോ കൂടാതെ ആരെയും തടവിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകിയ നിയമമായിരുന്നു 1919-ലെ റൗലറ്റ് ആക്ട്. സത്യപാൽ, കിച്ചിലു തുടങ്ങിയ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13-ന് ജാലിയൻവാല ബാഗിൽ നിരായുധരായ ജനങ്ങൾ തടിച്ചുകൂടി. ജനക്കൂട്ടത്തിന് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെടിയുതിർക്കാൻ ജനറൽ ഡയർ ഉത്തരവിട്ടു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവം രാജ്യത്താകെ നടക്കുകയും വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അടുത്തത് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ എടുത്തുകളഞ്ഞു. ഖലീഫയുടെ സ്ഥാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. മൗലാന ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി തുടങ്ങിയ നേതാക്കളുടെ കീഴിൽ 1919-ൽ മുംബൈയിൽ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ട ഗാന്ധിജി സമാധാനപരമായ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. അടുത്തത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1920-ൽ ആരംഭിച്ച ആദ്യത്തെ അഖിലേന്ത്യാ ജനകീയ പ്രക്ഷോഭമാണിത്. പഞ്ചാബിലെയും ഖിലാഫത്തിലെയും അനീതികൾ പരിഹരിക്കുക, സമാധാനപരമായ മാർഗങ്ങളിലൂടെ സ്വരാജ്, സ്വയംഭരണം നേടുക എന്നിവയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഈ പ്രസ്ഥാനത്തിന് 2 വശങ്ങളുണ്ടായിരുന്നു. ഖാദി പ്രോത്സാഹിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയ നിർമ്മാണാത്മക പരിപാടികൾ ഇതിലുണ്ടായിരുന്നു. അതോടൊപ്പം വിദ്യാലയങ്ങൾ, കോടതികൾ, തിരഞ്ഞെടുപ്പുകൾ, വിദേശ വസ്ത്രങ്ങൾ എന്നിവ ബഹിഷ്കരിക്കുന്നതിലും ഈ സമരം വലിയ വിജയം നേടി. അടുത്തത് സ്വരാജ് പാർട്ടിയെക്കുറിച്ചാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ശേഷം CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരുടെ നേതൃത്വത്തിൽ 1923-ൽ രൂപീകരിച്ച പാർട്ടിയാണിത്. ഇവർ മാറ്റം ആഗ്രഹിക്കുന്നവർ, പ്രോ ചേഞ്ചേഴ്സ് എന്നറിയപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിന് പകരം അതിൽ മത്സരിച്ച് നിയമസഭകളിൽ പ്രവേശിക്കുകയും അവിടെ ഇരുന്ന് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. 1923 തിരഞ്ഞെടുപ്പിൽ 42 സീറ്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞു.